നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. എന്തെന്നാൽ സ്വന്തം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്തെടുക്കും. ആത്മാവിനായി വിതയ്ക്കുന്നവനാകട്ടെ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്തെടുക്കും. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. രാജാവ് ആനപ്പുറത്തേറി തന്റെ രാജ്യം ചുറ്റിക്കാണുകയായി. ദൈവം മനുഷ്യനുമായി ബന്ധപ്പെടുന്നത് സ്വയം താഴ്ന്നിറങ്ങിക്കൊണ്ടാണ്. മനുഷ്യന് ദൈവവുമായി ബന്ധപ്പെടുവാൻ സാധിക്കണമെങ്കിൽ അവൻ സ്വയം താഴുവാൻ, ചെറുതാകുവാൻ സന്നദ്ധനാകണമെന്ന് ചെറുപുഷ്പം മനസ്സിലാക്കി. ഈ ഉൾക്കാഴ്ചയിൽ നിന്നാണ് അവളുടെ ആധ്യാത്മിക ശിശുത്വത്തിൻ്റെ പാത രൂപമെടുക്കുക. ജീവിത സായാഹ്നത്തിൽ അവൾ എഴുതി, അതെ, സ്നേഹത്തിന് പൂർണ്ണ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ അത് താഴ്ന്നു വരണം. ശൂന്യത വരെയും താഴ്ന്നു വരണം. ശൂന്യതയെ അഗ്നിയായി രൂപാന്തരപ്പെടുത്തുകയും വേണം. ജീവിതം ദൈവം നെയ്യുന്ന തുന്നൽ ചിത്രം പോലെയാണ്. അടിവശത്തു നിന്ന് നോക്കുമ്പോൾ കെട്ടുപിണഞ്ഞ നൂലുകളും അലങ്കോലമായ നിറങ്ങളും കുറെ കുരുക്കുകളുമേ കാണാനാവൂ. അത് കണ്ട് ജീവിതം വികൃതമാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അതിൻ്റെ മറുവശത്ത് മനോഹരമായ ഒരു ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട്. ഇന്നത്തെ കണ്ണുനീരും വേദനയുടെ കറുത്ത നൂലും തുന്നൽ പാടുമെല്ലാം ആ ചിത്രം രൂപപ്പെടാൻ അത്രമേൽ അനിവാര്യമാണ്. ഒരു നാൾ തുന്നൽ പണി പൂർത്തിയാകും. അന്ന് ദൈവത്തെ പോലെ നമ്മൾ ആ ചിത്രം കാണും. ജീവിതത്തിലെ മുറിവുകൾക്ക് പോലും എന്തൊരു ഭംഗിയായിരുന്നുവെന്ന് അപ്പോഴേ നമുക്ക് മനസ്സിലാവും. സ്തുതിയായിരിക്കട്ടെ. ജീവിതം നല്ലൊരു ചിന്ത. ഒരു ദിവസം രാവിലെ ചെറുമകനും മുത്തശ്ശിയും കൂടി നദിക്കരയിലെത്തി. നദിയിലൂടെ ഒഴുകി വരുന്ന തെളിഞ്ഞ വെള്ളം കണ്ടപ്പോൾ അത് കോരിക്കുടിക്കുവാൻ ചെറുമകന് ഒരു താല്പര്യം. പക്ഷേ മുത്തശ്ശി അവനെ തടഞ്ഞു. ഈ വെള്ളം നല്ലതാണോ അല്ലയോ എന്ന് നിനക്കറിയാമോ? ചെറുമകൻ പറഞ്ഞു, നോക്കൂ മുത്തശ്ശി, എത്ര നല്ല വെള്ളം. എന്നാൽ മുത്തശ്ശി പറഞ്ഞു, പുറമേ കാണുന്നത് പോലെ ആവണമെന്നില്ല യഥാർത്ഥ സ്വഭാവം. ഇത് എവിടെ നിന്ന് വരുന്നു എന്നതാണ് അതിൻ്റെ സ്വഭാവം നിർണയിക്കുന്നത്. ഇതിൻ്റെ ഉറവിടം എവിടെയെന്ന് നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഇല്ല. മുത്തശ്ശി പറഞ്ഞു, ഇതൊരു ഫാക്ടറിയിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലമാണ്. വെള്ളം തെളിഞ്ഞത് എങ്കിലും വിഷലിപ്തമാണ്. പുറമേ കാണുന്നത് പോലെയല്ല ഒന്നിൻ്റെയും യഥാർത്ഥ സ്ഥിതി. ഒരു നദി ഉറവിടത്തിൽ വിഷലിപ്തമാകുമ്പോൾ താഴേക്ക് ഒഴുകുന്നത് ശുദ്ധജലമായി കാണപ്പെട്ടാലും അത് വിഷം തന്നെയാണ്. ഉറവിടത്തിൽ വിഷം അധികം വ്യാപിച്ചില്ലെങ്കിൽ പോലും താഴേക്ക് വരുമ്പോൾ വിഷം കൂടുതൽ വ്യാപിച്ചിരിക്കും. അതിനാൽ ജലം മുഴുവൻ വിഷമയമാകും. ആ ജലം ശുദ്ധീകരിക്കണമെങ്കിൽ ശുദ്ധീകരിക്കൽ പ്രക്രിയയും ഉറവിടത്തിൽ തന്നെയാണ് ആരംഭിക്കേണ്ടത്. വിഷലിപ്തമായ തുടക്കം ഒഴിവാക്കിയുള്ള ശുദ്ധീകരണ പ്രക്രിയ അർത്ഥശൂന്യമാണ്. അതുകൊണ്ട് ശുദ്ധീകരണം ആരംഭിക്കേണ്ടതും ഉറവിടത്തിലാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. തെറ്റ് സംഭവിക്കാതെ സൂക്ഷിക്കുവാൻ കഴിയുന്നത് നന്ന്. എന്നാൽ പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചുവെന്ന് വരാം. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ സംഭവിച്ചിടത്ത് നിന്ന് തന്നെ തിരുത്തലും ആരംഭിക്കണം. സഹോദരനോട് തെറ്റ് ചെയ്തിട്ട് ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നവരാണ് പലരും. എന്നാൽ തെറ്റ് ചെയ്ത സഹോദരനോട് തന്നെ നിരപ്പാകേണ്ടത് ആവശ്യമല്ലേ? എവിടെയാണോ പിശക് പറ്റിയത് അവിടെയാണ് തിരുത്തപ്പെടേണ്ടതും. തെറ്റ് തിരുത്താതെ മുന്നോട്ട് പോയാലോ
പിന്നെ ജീവിതം മുഴുവൻ തന്നെ തെറ്റായിരിക്കും. അതായത് തെറ്റായ ദിശയിൽ യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ശരിയായ ദിശയിലേക്ക് വരണമെങ്കിൽ തിരികെ മടങ്ങി വരാതെ യാതൊരു മാർഗവുമില്ലല്ലോ. അതുപോലെയാണ് ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുന്നതും. ഒരു വൃക്ഷത്തിൻ്റെ സ്വഭാവം ഫലത്തിലും വ്യക്തമായിരിക്കുമല്ലോ. ആകയാൽ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള തെറ്റുകളെ തിരുത്തി ജീവിതം ആകമാനം ശുദ്ധിയുള്ളതായി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. കടപ്പാട്. ഗുരുവാണി. ജീവനിലുള്ള പുണ്യക്കുറവ് ശരീരമെന്ന കർമ്മത്തിൽ പല വിധത്തിലുള്ള വ്യാധികളായിട്ടാണ് നിലനിൽക്കുന്നത്. കർമ്മവ്യാധികൾ നിവാരണം ചെയ്യുന്നത് കർമ്മത്തിലൂടെ പുണ്യം തേടിക്കുന്ന ധർമ്മഗതിയിലൂടെയാണ്. കടപ്പാട്. ശാന്തിഗിരി ആയുർവേദ സിദ്ധ. കടപ്പാട്. നല്ലൊരു ശരി ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയാമെന്ന് വെച്ചത്. രാജപ്രതാപത്തോടെ സഞ്ചരിച്ചിരുന്ന ആനയുടെ തുമ്പിക്കൈ തട്ടി വഴിയരികിലിരുന്ന ഒരു യാചകന്റെ ഭിക്ഷാപാത്രം താഴെ വീണു. ദേഷ്യം വന്ന യാചകൻ ചാടി എഴുന്നേറ്റ് ആനയുടെ വാലിൽ പിടുത്തമിട്ടു. ആന സർവശക്തിയും ഉപയോഗിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും ഒരടി പോലും ചലിക്കാനായില്ല. ഈ കാഴ്ച കണ്ട് രാജാവ് അത്ഭുതപ്പെട്ടു. കേവലം ഒരു യാചകന് ആനയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തിയോ? അദ്ദേഹം ചിന്തിച്ചു. രാജാവ് യാചകനോട് പറഞ്ഞു, നിങ്ങൾ ഈ തെരുവിൽ കഴിയേണ്ട ആളല്ല. നിങ്ങളുടെ സ്ഥാനം എന്റെ രാജ്യസഭയിലാണ്. പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാജക്ഷേത്രത്തിൽ ദീപം തെളിക്കണം, ആരതി ചെയ്യണം, അത്രമാത്രം. നല്ല ഭക്ഷണവും സൗകര്യങ്ങളും ലഭിക്കുമെന്ന് മനസ്സിലാക്കിയ യാചകൻ രാജാവിനോടൊപ്പം പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ രാജസദസ്സിലേക്ക് അന്യദേശത്ത് നിന്ന് ഒരു രാജാവെത്തി. അതിഥിയോട് രാജാവ് അഭിമാനത്തോടെ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ദേശത്തെ ജനങ്ങളും സൈന്യവും മാത്രമല്ല, ഇവിടുത്തെ ഭിക്ഷുക്കൾ പോലും ഒരാനയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തരാണ്. അത് കാണിച്ചു തന്നാൽ വിശ്വസിക്കാം എന്നായി അന്യദേശത്തു നിന്ന് വന്ന രാജാവ്. അങ്ങനെ രാജാവ് ഭിക്ഷുവിനെ വിളിച്ച് ആനയെ പിടിച്ചു നിർത്തുന്നത് കാട്ടിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാന പ്രശ്നമാണെന്നും അയാളോട് പറഞ്ഞു. യാചകൻ അത് സമ്മതിച്ചു. അല്പസമയത്തിനകം ആനയെ കൊണ്ടുവന്നു. യാചകൻ ആനയെ വാലിൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഇത്തവണ ആന നിസ്സാരമായി അയാളെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. ഇത് കണ്ട രാജാവ് ഞെട്ടിപ്പോയി. അദ്ദേഹം ഭിക്ഷുവിനോട് ചോദിച്ചു, നിങ്ങൾ വഴിയോരത്ത് അല്പമാത്രം ഭക്ഷണം കഴിച്ച് ജീവിച്ചിരുന്നപ്പോൾ ഒരാനയെ പിടിച്ചു നിർത്താൻ മാത്രം ശക്തിയുണ്ടായിരുന്നു. ഇപ്പോൾ രാജഭവനത്തിൽ ആവശ്യത്തിലധികം ഭക്ഷണം കിട്ടിയപ്പോൾ നിങ്ങളുടെ ശക്തിയെല്ലാം എവിടെ പോയി? ഭിക്ഷുവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, എന്റെ മാനസിക സമ്മർദ്ദം എന്റെ ശക്തിയെല്ലാം കവർന്നെടുത്തു. ഞാൻ തെരുവിലായിരുന്നപ്പോൾ എപ്പോൾ എഴുന്നേൽക്കണമെന്നോ എപ്പോൾ ഉറങ്ങണമെന്നോ ചിന്തിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഉറങ്ങുമ്പോൾ പോലും മാനസിക സമ്മർദ്ദമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, ദീപം തെളിക്കണം, ആരതി ചെയ്യണം. ഈ പിരിമുറുക്കവും മാനസിക സമ്മർദ്ദവും എല്ലാം ചേർന്ന് എന്റെ ശക്തിയെല്ലാം ചോർത്തിക്കളഞ്ഞു. എക്കാലത്തും മാനസിക സമ്മർദ്ദം മനുഷ്യന് വല്ലാതെ ദോഷം ചെയ്യും. ഉറങ്ങുന്നത് പോലും മാനസിക സമ്മർദ്ദത്തിലാകയാൽ മനുഷ്യൻ അനേക രോഗങ്ങൾക്ക് അടിമയായി തീരാം. നാം എത്രമാത്രം സമ്മർദ്ദം അനുഭവിച്ചാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പിന്നെ എന്തിനാണ് അനാവശ്യ പിരിമുറുക്കം? ആനന്ദത്തോടെ ജീവിക്കാം, സന്തോഷത്തിൽ ആയിരിക്കാം, മനസ്സിന് വിശ്രമം കൊടുക്കാം. എല്ലാവർക്കും റിപ്പബ്ലിക് ഡേയുടെ ആശംസകൾ.
आते हैं हमें तड़पाते हैं, जो चिट्ठी आती है वो पूछे जाती है कि घर कब आओगे, ये घर कब आओगे, लिखो कब आओगे, कि तुम भी ये घर सोना सोना गे। संदेश आते गे हमें तड़पाते गे, जो चिट्ठी आती गे वो पूछे जाती गे कि घर कब आओगा, के घर कब आओगा, लिखो कब आओगा, कि तुम भी ये घर सोना सोना गे। किसी दिल वाली ने, किसी मत वाली ने हमें खत लिखा है, ये हमसे पूछा है। किसी की सांसों ने, किसी की धड़कन ने, किसी की जूड़ी ने, किसी की कंगन ने, किसी के गजरे में, किसी के गजरे में, मस्ती सभाओं ने, महल की शामों की अकेली रातों ने, अधूरी बातों ने, तरक्की बागों ने, और पूछा कि किसी आहों ने के घर कब आओगा, के घर कब आओगे, लिखो कब आओगे, कि तुम भी ये दिल सोना सोना है। मोहब्बत वालों ने, हमेरे यारों ने हमें ये लिखा है कि हमसे पूछा है। हमारे गाँवों ने, आम की चारों ने, पुराने पीपल ने, बरसात बदलने, कलियानों ने, हरे मैदानों ने, बसंती बेलों ने, जवाती बेलों ने, लजाकत खिदिगों ने, डकाते भूत ने, चटकत की कलियों ने, और पूछा है कहाँ की गलियों ने। आज गुजरने वाले हवा बसा मेरा इतना काम, मेरे गाँव जा मेरे दोस्तों का सलाम दे। मेरे गाँव में ये जो गली जहाँ रंगते गे
मेरी दिलबू उसे मेरे प्यार का गाम दे, उसे मेरे प्यार का गाम दे। वही थोड़ी दूर है घर मेरे घर में गे, मेरी बोली में मेरी माँ की भी पैरों को, उसे उसके बीते के नाम दो। आज गुजरने वाले सवाल मेरे दोस्तों, मेरी दिलरुबा, मेरी मन को मेरा प्याम दे, मुझे जी के तो ये प्याम दे। मैं वापस आवोगा, मैं वापस आवोगा घर अपने गाँव में, उसे की जाओ कि मन की आंचल से गाँव की पीपी, किसी के काजल से किया जो वादा तो वो निभाऊं। मैं एक दिन आवोगा, 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 मैं एक दिन आवोगा। जय हिंद। എല്ലാവർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആശംസകൾ. ഹിന്ദി പാട്ട് പാടിയത് ശരിയായിട്ടില്ല. കുറച്ച് കാലം മുൻപ് പാടിയത് വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാടാൻ പറ്റുന്നില്ല. സോറി. അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ്.